ഈ ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്രസറിൻ്റെ സൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ കംപ്രസറിൻ്റെ സൗണ്ട് ഇല്ല, ആ സൗണ്ട് ഉണ്ട്. പക്ഷേ ഇത് കൂളാവില്ല. ഇത് ഡബിൾ ഡോർ ആയതുകൊണ്ട് ഇവിടെ ചെറിയ കൂളിംഗ് ഉണ്ടാവും. പക്ഷേ താഴോട്ടോ ഉള്ളിൽ കാര്യമായ കൂളിംഗ് ഉണ്ടാവില്ല. ഇത് പഫ് ടൈപ്പാണ്. ഇങ്ങനെ അടിക്കുന്ന കാറ്റടിച്ചിട്ടുള്ള ടൈപ്പാണ്, കണ്ടക്ഷൻ അല്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, ഒരു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ അടിവശത്ത് ഒന്നും കൂളാവില്ല, പക്ഷേ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. അതിനൊരു ഫാനുണ്ട്, ആ ഫാൻ ചെക്ക് ചെയ്യണം. നമ്മൾ ആ ഫാനാണ് ചെക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഡോറിൻ്റെ ഫ്രണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ ഉണ്ട്. ഇത് ടൈപ്പ് 2 സ്ക്രൂ ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്. ഈ 2 സ്ക്രൂ ഇങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇതുവരെ ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മോട്ടറുണ്ട്. ഇത് മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ കണക്ഷൻ അയച്ചു വിടുക. ഈ മോട്ടറിൻ്റെ ഈ 2 വയർ അയച്ചു വിട്ടു. ഇത് നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടു. ഇതൊരു മോട്ടറാണ്. ഇത് ഫാനുമാണ്. അപ്പോൾ നമ്മളിതിൽ ഈ മോട്ടറിനെ കുറിച്ച് പറയാൻ അത്യാവശ്യമുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാ മോട്ടറും നമ്മൾ പല വീഡിയോയിലായിട്ട് പല മോട്ടറിനെ പറ്റിയും പറഞ്ഞിരുന്നു. ഇതൊരു പ്രത്യേക ടൈപ്പ് മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടറിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് അഴിച്ച സ്ഥിതിക്ക് ഇതെങ്ങനെ ശരിയാക്കുന്നതെന്ന് കൂടി പറയാം. അപ്പോൾ നമ്മളിപ്പം ഇത് അഴിച്ചെടുക്കുക. ഇതിൻ്റെ കണ്ടൻസർ ഇതാണ് തണുക്കൽ. ഇവിടെ തണുക്കുക. ഇവിടുന്ന് തണുക്കുന്നത് കാറ്റടിച്ച് താഴേന്ന്. അതുകൊണ്ടാണ് നമുക്കിവിടെ കൂളിംഗ് ഇവിടെ മാത്രം ചെറുങ്ങനെ കിട്ടുന്നത്. ഇത് സെൻസറാണ്. ഇതാണ് ഓട്ടോ കട്ട് ഓഫ് എന്ന സാധനം. ഇത് കൂളി ആവുന്നതിനൊക്കെ നമ്മൾ ഇത് കട്ട് ഓഫ് ആവും. അതിനെ ഇത് വെച്ച് ഇത് സെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസറാണ്. ഇതാണ് തണുക്കുന്ന സാധനം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാൻ വെച്ച് അടിക്കുന്നത് ഇങ്ങോട്ട്. ആ ഫാൻ പോയതുകൊണ്ടാണ് ഇവിടെ മാത്രം കൂളിങ്. ഇങ്ങനെ തകരാറുണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാൻ മാറ്റിക്കളയാം. കൂടുതൽ ഈ ഫാനിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയാനുണ്ട്. അതാണ് പ്രധാനം. അതാണ് നമ്മളെ പ്രധാന സംഭവം. അതൊരു പ്രത്യേക മോട്ടറാണ്. അപ്പോൾ നമ്മൾ എല്ലാ മോട്ടറിനെ കുറിച്ചും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോട്ടറിനെ കുറിച്ചിട്ട് നമ്മളധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാം. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഫാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ മോട്ടർ കത്തിപ്പോയി. ഈ മോട്ടർ പോയി, മോശമായി. അപ്പോൾ ഇതിന് പകരം ഇപ്പം നമ്മൾ ഈ പുതിയ മോട്ടർ വെക്കുകയാണ്. ഇതിന് പകരം പുതിയ മോട്ടർ വെക്കുകയാണ്. അപ്പം ഇത് വേൾപൂളിൻ്റെ ആണ്. അപ്പോൾ വേൾപൂളിൻ്റെ ഒരു പുതിയ മോട്ടർ വാങ്ങിച്ചു. ഇനി 550 രൂപയാണ് ഈ മോട്ടറിൻ്റെ വില. 550 രൂപയാണ്. അപ്പോൾ ഈ മോട്ടർ വാങ്ങിച്ചു. ഇതൊരു AC ഷെയ്ഡഡ് പോൾ മോട്ടറാണ്. അതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ ഞാനത് പറയാം. ഈ മോട്ടർ നമ്മൾ വൈൻഡ് ചെയ്യും. ഞാൻ വീഡിയോ ഇടാം. ഈ മോട്ടർ നമ്മൾ വൈൻഡ് ചെയ്യും. പക്ഷേ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഇത് അധിക സമയം നമുക്കിതിന് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം മാറ്റിയാണ്. ഇത് സ്പെയറായിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അപ്പം ഇത് വൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഞാൻ അടുത്ത മോട്ടർ മാറ്റിട്ട് അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിത് നോക്കാം. ഈ മോട്ടർ, പുതിയ മോട്ടർ നമുക്ക് തുറക്കാം. ഇതാണ് പുതിയ മോട്ടർ. അപ്പോൾ ഈ പുതിയ മോട്ടർ നമ്മൾ ഈ പുതിയ മോട്ടറാണ്. ഇത് ഫിറ്റ് ചെയ്യുക. ഇത് 230 വോൾട്ടിൻ്റെ മോട്ടറാണ്. ഡയറക്റ്റിന് ലൈൻ കൊടുക്കുക. 230 വോൾട്ടിൻ്റെ മോട്ടറാണ് കേട്ടോ. ഇത് ഷെയ്ഡഡ് പോൾ മോട്ടറാണ്. ഇത് നമുക്ക് വൈൻഡ് ചെയ്യാനാവുമോ നോക്കാം. അപ്പം നമ്മൾ ഈ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയും, ഇത് വൈൻഡ് ചെയ്യാനാവുമോ നോക്കാൻ പറയുമ്പോൾ നമ്മളിപ്പം ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഒരു മോട്ടർ വൈൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ്. പിന്നെ റിവീറ്റ് അടിച്ചിട്ടുണ്ട്. ഈ റിവീറ്റെല്ലാം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കോയിലിങ്ങോട്ട് എടുത്തിട്ട് വൈൻഡ് ചെയ്തിട്ട് ഇട്ടിട്ട് വർക്കിംഗ് എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. അപ്പം ഒരു വൈൻഡിങ്ങിനെ പറ്റി അങ്ങനെ ഇതായിട്ടൊരു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഫിറ്റാകാൻ നോക്കാം. അപ്പോൾ ഈ ഫാൻ നമുക്ക് അഴിച്ചെടുക്കാം. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫാൻ കിട്ടും. നമ്മൾ ഈ ഫാൻ
പുതിയ മോട്ടറിലേക്ക് ഇട്ടു. അതിന് ശേഷം ഇത് രണ്ട് വയർ നമുക്കിനി കണക്ഷൻ കൊടുക്കാം. അപ്പം ഇത് AC മോട്ടർ ആയതുകൊണ്ട് പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ DC മോട്ടർ ആണെങ്കിൽ പൊളാരിറ്റി നോക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കും, മറ്റേ വയർ ഇവിടെയും കൊടുക്കും. ഇത് പിന്നാണ്, ഇൻസേർട്ട് ചെയ്യുന്ന പിന്നാണ്. അപ്പോൾ ഇത് ഇവിടെയും കൊടുത്തു. ഈ മോട്ടറിൻ്റെ 2 വയർ കണക്ഷൻ കൊടുത്തു. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ വർക്കിംഗ് എന്നെ അറിയണ്ടേ നമുക്ക്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യാൻ പോകുന്നു. ആ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ ഉണ്ടോ? അപ്പോൾ ഇത് ഇപ്പോൾ ഓണായി. ഇതിങ്ങനെ ഫ്രിഡ്ജ് ഓണാവുന്ന സമയത്ത് ഈ ഫാൻ വർക്ക് ചെയ്യണം. അപ്പോൾ അന്ന് കാറ്റ് പുറത്തേക്ക് തള്ളുക. അപ്പോൾ ഈ ഫാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇത് നമുക്ക് ഫിറ്റാക്കാം. ഇത് കറക്റ്റ് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതൊരു പ്രശ്നമുണ്ട്. ഈ ഫിറ്റ് ചെയ്യേണ്ട ഇതുണ്ടല്ലോ, ഈ ഗാർഡ്, ഇത് നമ്മൾക്ക് വലിയ സൂട്ടാവുന്നില്ല. അപ്പോൾ ഇത് വളച്ചിട്ടിലെടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ പഴയതിൻ്റെ ഈ ഫൗണ്ടേഷൻ എടുക്കുകയെന്ന്, ഈ ഫ്രെയിം എടുക്കുകയെന്ന് കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ ഈ ഫ്രെയിം നമ്മൾ പഴയ തന്നെ ഇടുകയെന്ന്. അപ്പോൾ ഇത് പഴയതാണ്, ഈ ഫ്രെയിം പഴയതാണ്, നമ്മൾ ഫിറ്റിംഗ് ഫ്രെയിം പഴയതാണ്. അപ്പോൾ നമ്മളിത് ഈ പുതിയതിനിടയിൽ അപ്പോൾ ഇത് പുതിയതാണ്. പക്ഷേ ഇതന്നെ ബെൻഡ് ചെയ്തിലിടാൻ വേണ്ടി പറ്റും, പക്ഷേ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഫിറ്റാക്കി. ഈ ഫാനെല്ലാം ഇതിൽ ഫിറ്റാക്കി കറക്കി നോക്കുക. അതിന് ടച്ച് ആവുന്നുണ്ടോ, ഒന്നും പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമില്ല, എല്ലാം കറക്റ്റാണ്. ഇനി ഇവിടെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോള് പ്രശ്നമില്ല, AC ആണല്ലോ. DC ആണെങ്കിൽ വയർ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ ഇത് AC ആയതുകൊണ്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പം ഇത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൊടുക്കുക, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യலாம் ഈ പിന്ന് കൂടി. അപ്പോൾ നമ്മൾ 2 പിന്നും കൊടുത്തു. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം നോക്കി, ഒന്നുകൂടി സംശയം തീർക്കാൻ വേണ്ടി എല്ലാം നോക്കി കറക്റ്റാണ്. ഇതേമാതിരി ഇത് ഇവിടെ ഫിറ്റാക്കുക. ഇതേമാതിരി ഇൻസേർട്ട് ചെയ്ത് വെച്ചു, കറക്റ്റാക്കി വെച്ചു. ഉണ്ടോ? ഇതിപ്പോൾ കറക്റ്റായി. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ 2 സ്ക്രൂ ഉണ്ട്, അത് കുറച്ച് നീളമില്ല. അപ്പോൾ ഇവിടെ ഇടുക. അപ്പോൾ ഇതിപ്പോൾ ഓണായി ഉണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ സൗണ്ട് വരാൻ തുടങ്ങും. നേരത്തെ സൗണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷെ നമുക്ക് വീഡിയോയിൽ തണുക്കുന്നത് കാണിക്കാൻ പറ്റില്ല, ഫീലിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഈ മോട്ടർ വൈൻഡ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ പ്രധാന സംഭവം. ഈ മോട്ടർ നമുക്ക് വൈൻഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ.